അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. എന്നെ രഹസ്യമായി ഫോൺ വിളിച്ചത് ഡോക്ടർ അന്ന കുര്യനായിരുന്നു. ഞാൻ സംശയിച്ചതൊക്കെ നേരാ. അന്ന് മഹേശ്വരി കുഞ്ഞുമയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് ഏതോ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിനായിരുന്നു. അതെന്തിനായിരുന്നു എന്നറിയാൻ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ മായാവതി എന്നൊരു ഡോക്ടറെ പോയി കണ്ടിരുന്നു. അവരാണ് മഹേശ്വരിയുടെയും ശിവന്റെയും കൈയാൾ. എന്നിട്ടെന്തുണ്ടായി? കാശ് തന്നിട്ട് നിങ്ങളുമായി മഹേശ്വരി കുഞ്ഞുമയ്ക്കുള്ള ഇടപാട് എന്താണെന്നറിയണം. ഒപ്പം അവരിവിടെ അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ ട്രീറ്റ് ചെയ്ത പെൺകുട്ടി ഏതാണെന്നും. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ പേഷ്യൻസിന്റെ പ്രൈവസി കീപ്പ് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. സാധാരണഗതിയിൽ അത് വേണ്ട. പക്ഷെ നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രഹസ്യ ചികിത്സയാണ്. അതും സറോഗസിയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ്സ്. സോറി, നീ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, നീ ഈ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു തെളിവും ഈ ഹോസ്പിറ്റലിൽ നിനക്ക് കിട്ടുകയില്ല. നീ ഇപ്പോ പറഞ്ഞത് വേറെ ഒരു ആരോപണം മാത്രമാണ്. അവർ നിന്നെ അറ്റൻഡറേയും സെക്യൂരിറ്റിയും വെച്ച് ദേഹോപദ്രവം ചെയ്തു. ഫിസിക്കലി ഒന്നും ചെയ്തില്ല, പക്ഷെ മെന്റലി എന്നെ ടോർച്ചർ ചെയ്തു. അവരിതുപോലെ നിയമം അനുവദിക്കാത്ത എന്തൊക്കെയോ ചെയ്യുന്ന വല്ലാത്തൊരു ഡോക്ടറാ. പപ്പ വിചാരിച്ചാൽ സ്വാധീനം ഉപയോഗിച്ച് ആ ഹോസ്പിറ്റൽ ഒന്ന് റെയ്ഡ് ചെയ്യിച്ചാൽ സത്യം പുറത്തു വരും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് മാത്രമല്ല, മിക്ക ഹോസ്പിറ്റലിലും ഇതുപോലെ രഹസ്യമായി നടക്കുന്ന ഇല്ലീഗൽ പ്രാക്ടീസിനെ തന്നെ തുറന്നു കാണിക്കാൻ ആവശ്യമാ. മോളെ നന്ദേ, അതൊന്നും അത്ര എളുപ്പമല്ല. ഞാനൊരിക്കൽ നിന്നോട് പറഞ്ഞതല്ലേ, അവരൊക്കെ നമ്മൾ കരുതുന്നതിലും സ്വാധീനമുള്ളവരും സമൂഹത്തിലെ പല ഉന്നതന്മാർക്കും പലതും മുൻപ് ചെയ്തു കൊടുത്തവരുമാവും. നിന്റെ കൂട്ടുകാരി തന്നെ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവിടുത്തെ ഒന്നിനും ഒരു രേഖ പോലും ഇല്ല. ഇവിടെ റെയ്ഡ് ചെയ്താലും കുറെ നിയമപരമായ അബോഷനും IVF-ഉം അല്ലാതെ ഇല്ലീഗലായതൊന്നും അവിടുന്ന് കിട്ടില്ല. പിന്നെ എന്ത് ചെയ്യും നമ്മള്? നീ തന്നെ പറ. അതൊന്നും എനിക്കറിയില്ല. ആകെ കൂടി എന്റെ മുന്നിൽ പെൺകുട്ടിയെ കണ്ടു എന്ന് ഉറപ്പ് പറഞ്ഞത് ശങ്കുണ്ണിയേട്ടൻ മാത്രമാ. അത് പക്ഷേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കള്ളക്കളികളും എനിക്ക് തെളിവോടെ കണ്ടുപിടിക്കണം. അജിയുടെയും എന്റെയും ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഹേതു ആ ഡാഗിനിമാരാണെന്ന് അജിയുടെ മുമ്പിൽ തന്നെ എനിക്ക് തെളിയിക്കണം. എന്നാൽ എനിക്ക് ജയിക്കാൻ പറ്റൂ. ഇപ്പൊ എല്ലാ തരത്തിലും അവരുടെ മുന്നിൽ ഞാൻ തോറ്റു നിൽക്കുക. അത് ഓർക്കുമ്പോഴേ ഞാൻ മൂഡ് ഓഫ് ആകുന്നത്. മോള് വിഷമിക്കണ്ട. ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പപ്പയും ശ്രമിക്കാൻ നിന്റെ കൂടെ. എനിക്കും ഉണ്ടല്ലോ ചില ബന്ധങ്ങളൊക്കെ. എന്താ അതുപോലെ? അത് മതി. താങ്ക് യു പപ്പ. താങ്ക് യു വെരി മച്ച്.